നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ വെറുമൊരു ഉപകരണം മാത്രമല്ല, അത് നമ്മുടെ തലച്ചോറിന്റെ ഒരു എക്സ്റ്റൻഷനായി മാറിക്കഴിഞ്ഞു എന്ന വലിയൊരു സത്യത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്. പണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരുടെ ഫോൺ നമ്പറുകളും വീട്ടുപേരുകളും ജന്മദിനങ്ങളും എല്ലാം കൃത്യമായി ഓർത്തുവെക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് ഗൂഗിളും കോണ്ടാക്ട് ലിസ്റ്റുകളും വന്നിരിക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രലോകം ഡിജിറ്റൽ അമ്നേഷ്യ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു വിവരം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ ലഭ്യമാണെന്ന് നമ്മുടെ തലച്ചോറിനറിയാം. അതുകൊണ്ട് തന്നെ ആ വിവരം ഓർത്തുവെക്കാൻ തലച്ചോറ് മടി കാണിക്കുന്നു. ഈ പ്രവണത നമ്മുടെ ചിന്താശേഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ സ്വന്തം കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവ ഫോൺ ക്യാമറകളിലൂടെ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം ഇതിലുണ്ട് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഓർമ്മകൾ ക്ലൗഡിലേക്കും ചിപ്പുകളിലേക്കും മാറ്റപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് അവിടെ പണയം വെക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിലച്ചുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ എത്ര കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കും? നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും നമ്മളെ കൂടുതൽ വിവരമുള്ളവരാക്കാറുണ്ടോ, അതോ നമ്മുടെ ഓർമ്മശക്തിയെ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ, പണ്ട് അവർക്ക് വലിയ പുസ്തകങ്ങൾ മനഃപ്പാടമായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് ഒരു ചെറിയ കണക്ക് കൂട്ടാൻ പോലും നമ്മൾ കാൽക്കുലേറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു സാങ്കേതിക വളർച്ച മാത്രമല്ല, മറിച്ച് നമ്മുടെ ജൈവികമായ കഴിവുകളും പതനം കൂടിയാണിത്. ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ നമ്മളെ ഒരുതരം അലസ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഓൺലൈനിൽ കണക്ട് ആണ്, പക്ഷെ നമ്മളുമായി തന്നെ ഡിസ്കണക്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടാകുമോ, അതോ അവർ അൽഗോരിതങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുമായി മാറുമോ എന്ന ഭയം പല ഗവേഷകരും പങ്കുവെക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഉദ്ദേശം സാങ്കേതിക വിദ്യയെ തള്ളിപ്പറയുക എന്നതല്ല, മറിച്ച് അതിനെ എങ്ങനെ വിവേകത്തോടെ ഉപയോഗിക്കണം എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. ഓരോ ദിവസവും കുറച്ചു സമയമെങ്കിലും ഫോണും ഇന്റർനെറ്റും മാറ്റിവെച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നേരിട്ട് കാണാനും കാര്യങ്ങൾ ഓർത്തുവെക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് സ്വന്തമായി ഒരു കഥ പറയാൻ പോലും നമ്മുടെ കയ്യിൽ ഓർമ്മകൾ ഉണ്ടായെന്ന് വരില്ല. എല്ലാം എവിടെയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന ആശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ നിമിഷങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലൂടെ ചേർന്നു പോവുകയാണ്. ഓർമ്മകളാണ് ഒരു മനുഷ്യനെ നിർവചിക്കുന്നത്. ആ ഓർമ്മകൾ ഒരു മെഷീനെ വിട്ടുകൊടുക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ഉള്ളതല്ല അറിവ്, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ തനിമ നിലനിർത്തണമെങ്കിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും സംരക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ താല്പര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതോടെ നമ്മുടെ സ്വതന്ത്രമായ ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ലാതാകുന്നു. ഇത് കേവലം ഒരു സ്ക്രീൻ അഡിക്ഷൻ മാത്രമല്ല, നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇടയ്ക്കിടെ ഓഫ്ലൈനിൽ ആയി നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയെ തിരിച്ചറിയൂ. പ്രിയപ്പെട്ടവരുമായി കണ്ണുകളിൽ നോക്കി സംസാരിക്കൂ. അവിടെയാണ് യഥാർത്ഥ ജീവിതം ഇരിക്കുന്നത്, അല്ലാതെ സ്ക്രീനിലെ ലൈക്കുകളിലും ഷെയറുകളിലും അല്ല. ഈ ഒരു മാറ്റത്തിന് തയ്യാറാണോ എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. നമ്മുടെ ജീവിതം മറ്റാരോ എഴുതിവെച്ച സ്ക്രിപ്റ്റ് പോലെ ആകാതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.